ഹലോ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ദിവസമായി എല്ലാവർക്കും പനിയൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് കേട്ടോ വീഡിയോ ഇടാനൊക്കെ ലേറ്റ് ആയത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് കൂർക്ക മെഴുക്ക് വരട്ടിയ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമല്ല. അപ്പം കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂർക്ക കിട്ടി. ഇപ്പം എന്നാൽ ഞാനും അതൊരു വീഡിയോ ആയിട്ട് എടുത്ത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം, എങ്കിലും അറിയാൻ പാടില്ലാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഉപകാരമാണല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ. കുറച്ച് കൂർക്ക കിട്ടി. ഇപ്പം എന്നാ ഓർക്കുന്ന കൂർക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയേക്കാണ്. അപ്പം ഞാൻ ഇതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്നതാണ്. വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ അതിൻ്റെ കളർ അങ്ങ് മാറുമല്ലോ. പിന്നെ നമുക്കിതിന് ഇങ്ങനെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട. ഉണ്ടാക്കാൻ കുറച്ച് കറിവേപ്പില വേണം, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളിത് കുക്കറിനകത്താണ് ഈ കൂർക്ക ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ ഈ പാത്രത്തിലിരിക്കുന്ന ഈ കൂർക്ക ഇങ്ങോട്ട് ഇത് മാറ്റുവാണ്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒത്തിരി വെള്ളം വേണ്ട കേട്ടോ, ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രം, ഒത്തിരി അങ്ങ് ഇതാകണ്ട. പിന്നെ നമ്മൾ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. അതുപോലെ തന്നെ ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ കൊടുക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. അങ്ങനെ ഒരു വിസിലടിച്ച് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാവേ. നമ്മൾ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് അപ്പം മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത്. അപ്പം സ്റ്റൗ ഓണാക്കി പാത്രം ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മളൊരു 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. അതിങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത്, ഇപ്പം ഇവിടെ തണുപ്പല്ലേ, തണുപ്പായതുകൊണ്ട് ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്നു കേട്ടോ. നല്ല ചൂടാകുമ്പോഴത്തേക്കും റെഡിയാകും. ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മളൊരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്ത് കടുക് ഇങ്ങനെ പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയില്ലേ, സവോളയും കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്താണ്, ഒരു ലേശം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണേക്കാളും കുറവ് മഞ്ഞൾപ്പൊടി നമുക്കിപ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ലേശം ഉപ്പും കൂടെ, കാരണം സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാതെ ഈ സവോള ഒന്ന് സോഫ്റ്റ് ആവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ സവോള ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ലേശം പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം പൊടികളുടെ ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച കൂർക്കയില്ലേ, അത് ആ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ആ വേവിച്ച് വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ കളയുന്നില്ല കേട്ടോ, അതിനകത്ത് ആ സത്തൊക്കെ ഇറങ്ങിയേക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ അത് കളയുന്നില്ല. അതും ആ കൂടത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ മസാല ആ കൂർക്കയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക്, പിന്നെ അതിനകത്ത് നമ്മൾ ആ ചേർത്ത ഒരു ലേശം വെള്ളവും ഇല്ല, ആ വെള്ളവും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് പറ്റി വരുന്നിടം വരെ, ഒന്ന് ഡ്രൈ ആകുന്നിടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആകണം. ഇപ്പം നമ്മുടെ
കൂർക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അതിലെ വെള്ളം എല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കൂർക്കയൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ. എനിക്കൊക്കെയാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാണ് കൂർക്ക എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി പച്ചമോരും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രം ചോറ് കാലിയാകുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷെ ഞാൻ ചെയ്യുന്ന രീതി ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഇടിച്ച് കാണണേ, കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്കൊരു അടിപൊളി വീഡിയോസുമായി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്.